റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വരുമാനത്തിൽ ദുബായിൽ 9.3% ഇടിവ് 2015 ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് 2016 വരുമാനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നത് എന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിശദാംശങ്ങളുമായി ദുബായിൽ നിന്നും ടി ജമാലുദ്ദീൻ ചിരിയാണ്. ജമാൽ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ വർഷം ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വരുമാനത്തിൽ ദുബായിൽ 9.3% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2016 ജനുവരിയിൽ വരുമാനം ഗണ്യമായി കുറഞ്ഞു. അതേസമയം അബുദാബിയിലും 16% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അബുദാബിയിൽ 151 വസ്തുക്കളിലായി 16% ഇടിവ് നേരിട്ടിരിക്കുന്നു എന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അബുദാബിയിൽ ഹോട്ടൽ മുറികൾ ഉപയോഗിക്കുന്ന സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. പ്രധാനമായും ചില വസ്തുതകൾ പരിഗണിച്ചാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ഈ താഴ്ച വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. യൂറോയുടെ മൂല്യം കുറഞ്ഞതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിനായി വരിക എന്നത് ചെലവേറിയ ഒരു കാര്യമായതിനാലും ഒപ്പം തന്നെ റഷ്യൻ റൂബിളിന് മൂല്യത്തകർച്ച നേരിട്ടതും ആ ഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ യുഎയിലേക്കുള്ള ഒഴുക്ക് കുറച്ചു. ഇതാണ് യുഎയിലെ പ്രധാന നഗരങ്ങളായ ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ ഹോട്ടലിൽ താമസിക്കുന്ന അതിഥികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവിന് ഇടയാക്കിയത്. 2014 താരതമ്യപ്പെടുത്തുമ്പോൾ 2015 മിന മേഖലയിലെ ഹോട്ടൽ വ്യവസായം പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം മിന മേഖലയിലെ മസ്കറ്റ്, മദീന, കെയ്റോ, റാസൽ ഖൈമ തുടങ്ങിയ നഗരങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മേഖല തളർച്ച നേരിടുകയാണ്. 2014 ഈ നഗരങ്ങൾ വലിയ വളർച്ച പ്രകടിപ്പിച്ചപ്പോൾ 2015 ഗണ്യമായ കുറവുണ്ടായതാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രായപൂർത്തിയാകാത്തവരും ലൈസൻസ് ഇല്ലാത്തവരും വാഹനം ഓടിക്കുന്നത് മാതാപിതാക്കൾ തടയണമെന്ന് അബുദാബി പോലീസ്. കുട്ടികളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ വാഹന ഉടമയെയും ഉത്തരവാദിയായി കരുതും. GCC ഗതാഗത വാരാഘോഷത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ഊർജിതമാക്കുമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും സമൂഹമാധ്യമങ്ങളിലൂടെയും ബോധവൽക്കരണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ പെട്രോൾ വില 42 മുതൽ 83% വരെ വർദ്ധിപ്പിക്കുവാനുള്ള നിർദ്ദേശവുമായി സർക്കാർ വീണ്ടും പാർലമെന്റ് സമിതിയെ സമീപിച്ചു. വില വർധനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പാർലമെന്റ് ധനകാര്യ സമിതി യോഗത്തിലാണ് സർക്കാർ വീണ്ടും നിർദ്ദേശം അവതരിപ്പിച്ചത്. വൈദ്യുതി, വെള്ളം എന്നിവയുടെ സബ്സിഡി നിർത്തലാക്കി വില വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശം കുവൈറ്റ് പാർലമെന്റ് നേരത്തെ തള്ളിയിരുന്നു. നിലവിൽ 60 ഫിൽസുള്ള പ്രീമിയം പെട്രോളിന് 85 ഫിൽസും 65 ഫിൽസുള്ള സൂപ്പർ പെട്രോളിന് 105 ഫിൽസും 90 ഫിൽസുള്ള അൾട്രാ പെട്രോളിന് 165 ഫിൽസും ആക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശമെന്ന് സമിതി ചെയർമാൻ MP ഫൈസൽ അൽ ഷായ അറിയിച്ചു. പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് ദുബായിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. വാക്ക് ഫോർ വെൽനസ് എന്ന പേരിൽ ദുബായ് സബീൽ പാർക്കിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലുലു ഗ്രൂപ്പ് ഡയറക്ടർ MA സലീമും ശ്രീലങ്കയുടെ കോൺസൽ ജനറൽ ചാരുത അറ്റഗോഡയും പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ലുലു റീജിയണൽ ഡയറക്ടർ ജെയിംസ് വർഗീസ് ഉൾപ്പെടെ നിരവധി പ്രമുഖരും നടത്തത്തിൽ പങ്കുചേർന്നു. ബഹ്റൈൻ ഇന്ത്യൻ സ്കൂൾ മെഗാ ഫെയർ ഏപ്രിൽ 29-30 തീയതികളിൽ നടക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. സംഗീത, നൃത്ത പരിപാടികൾ, ഫുഡ് ഫെസ്റ്റിവലിൽ ഗെയിംസ് സ്റ്റാളുകൾ, ഇലക്ട്രോണിക്സ് എക്സ്പോ തുടങ്ങിയവയെല്ലാം ഫെയറിന്റെ ഭാഗമായി ഒരുക്കുമെന്നും ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഫെയറിന്റെ ആദ്യ ദിനം നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നടത്തുന്ന ഗാനമേളയാണ്. 2ാം ദിവസം ബോളിവുഡ് ഗായിക ശില്പ റാവു, ഇന്ത്യൻ ഐഡിയൽ വിന്നർ മെയ് യാങ് ചാങ് എന്നിവർ നടത്തുന്ന സംഗീത പരിപാടി ഉണ്ടായിരിക്കും. ഇവയെ കൂടാതെ അധ്യാപകരും വിദ്യാർത്ഥികളും നയിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. സയാനി മോട്ടോഴ്സ് പ്രായോജകരായ ഔട്ട്ലാൻഡർ ആയിരിക്കും മേളയിലെ നറുക്കെടുപ്പ് വിജയിക്ക് നൽകുന്ന 1ാം സമ്മാനം. കൂടാതെ തത്സമയ നറുക്കെടുപ്പ് വഴി അനേകം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നുണ്ട്. നിരവധി മത്സര ഇനങ്ങൾ, ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവൽ, ഇലക്ട്രോണിക്സ് എക്സ്പോ, വിൽപ്പന സ്റ്റാളുകൾ തുടങ്ങിയ പ്രദർശനങ്ങളും ഒരുക്കും. മേളയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഫീസ് ഇളവ് നൽകുന്നതിനും അധ്യാപക ക്ഷേമനിധിയിലേക്കും സ്കൂളിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വിനിയോഗിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. പ്രമുഖ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ MX ഗ്രൂപ്പിന്റെ പുതിയ ഷോറൂം മനാമയിലെ പാലസ് അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഖലീൽ അബ്ദുറഹ്മാൻ കാനുവാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഹ്യൂമാക്സ്, ലിപ്പർ, ടെലവസ്, CCTV, സ്മാർട്ട് TV തുടങ്ങിയവയുടെ വിതരണക്കാരാണ് MX ഗ്രൂപ്പ്.
മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവും ജ്ഞാനപീഠ ജേതാവുമായ ONV കുറുപ്പിന്റെയും പ്രശസ്ത സംഗീത സംവിധായകൻ രാജാമണിയുടെയും സ്മരണകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുവൈറ്റ് തനിമ സംഗീതാർച്ചന നടത്തി. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കുവൈറ്റിലെ പ്രമുഖ ഗായകരും സംഗീതജ്ഞരും ചേർന്ന് സംഗീതാർച്ചനയൊരുക്കി. സമൂഹ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾ നിയന്ത്രിക്കാൻ ഇന്ത്യൻ IT നിയമത്തിൽ നിന്ന് റദ്ദാക്കിയ 66-ാം വകുപ്പിന് പകരം പുതിയ നിയമം കൊണ്ടുവരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പേരിലാണ് സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങി സോഷ്യൽ മീഡിയയിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തടയുന്ന IT നിയമത്തിലെ 66A വകുപ്പ് കഴിഞ്ഞ വർഷം മാർച്ചിൽ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധമാണ് വകുപ്പെന്നായിരുന്നു സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. ഇത് പുനഃസ്ഥാപിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രമം. 66A വകുപ്പ് റദ്ദാക്കിയതിലൂടെ സമൂഹ മാധ്യമങ്ങൾ വഴി ദേശസുരക്ഷയെ ബാധിക്കുന്നതും സമാധാന അന്തരീക്ഷം തകർക്കുന്നതുമായ പ്രവർത്തനങ്ങൾ തടയിടാൻ കഴിയുന്നില്ലെന്ന് പോലീസും രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഷ്യം. ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഡിസംബറിൽ ഇതേ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. ഇതിന്റെ മറപിടിച്ചാണ് പുതിയ നിയമം നടപ്പിൽ വരുത്തുക. ഏറെ പ്രതിഷേധങ്ങളുണ്ടാകും എന്നതിനാൽ പ്രത്യക്ഷത്തിൽ കരിനിയമ ചട്ടങ്ങൾ ഇല്ലാത്തത് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും പുതിയ നിയമം കൊണ്ടുവരിക. സോഷ്യൽ മീഡിയയിലൂടെ ഏതൊക്കെ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താമെന്ന് ഈ നിയമത്തിൽ വ്യക്തമാക്കും. ദേശസുരക്ഷയെ ബാധിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ നിലവിൽ നിയമമുണ്ടെന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ശ്രമം. ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ പിടികൂടാൻ പുതിയ നിയമം ദുരുപയോഗം ചെയ്യുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കനയ്യകുമാറിന്റെ മൊഴി പുറത്തുവന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസുകാരെ സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിടുന്നതിന്റെ തെളിവാണ് കനയ്യയുടെ മൊഴിയെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അതേസമയം JNU വിഷയത്തിൽ പ്രതികരിച്ച സീതാറാം യെച്ചൂരിക്ക് ലഭിച്ച വധഭീഷണിയെക്കുറിച്ച് ദില്ലി DCP നേരിട്ട് അന്വേഷിക്കും. ഇതിനിടയിൽ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് JNU കേസ് കൈമാറി. കൈരളി TV കഴിഞ്ഞ ദിവസമാണ് കനയ്യകുമാറിന്റെ മൊഴി പുറത്തുവിട്ടത്. പട്യാല കോടതിയിൽ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കെ ആക്രമണം ഏൽക്കേണ്ടി വന്നുവെന്ന് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക സംഘത്തോട് കനയ്യകുമാർ പറയുന്നു. तैयारी में बैठे हुए थे कि जिन्हें आएगा अटैक करें, क्योंकि जो लोग पीट रहे थे ना उसमें से कुछ लोग और लोगों को बुला रहे थे. अच्छा, आ गया इस तरीके से. और पूरे रास्ते में गाड़ियां गिर गई, कभी मैं गाड़ी पे गिर गया. और वो जो जहाँ से जब हम कोर्ट एंट्री करते हैं वो जो मशीन होता है उसके दौरान जब धक्का दे करके मुझे अंदर किया जाता, मेरा पैंट खुल गया. उसके बाद मेरे टी-शर्ट, मेरे चप्पल खुल गए, मेरे पैर में इंजरी, मेरे पेट में लात से घुसे से एक आदमी से छूट रहा हूँ दूसरा आदमी. സാധാരണക്കാർക്കെതിരെ പോലീസിനെ അഴിച്ചുവിടുന്നതിന്റെ തെളിവാണ് കനയ്യയുടെ പുറത്തുവന്ന മൊഴിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് ജനാധിപത്യത്തിന് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെയാണ് ആക്രമണം നടക്കുന്നതെന്ന് യെച്ചൂരി പറഞ്ഞു. ദില്ലിക്ക് പുറത്തേക്ക് JNU കേസിന്റെ വിചാരണ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പ്രദേശങ്ങളിൽ വിചാരണ നടന്നാൽ നീതി ലഭിക്കില്ല. ആം ആദ്മിയും ദില്ലി പോലീസിനെതിരെ രംഗത്തെത്തി. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായ ദില്ലി പോലീസ് JNU കേസ് തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറി. അതേസമയം JNU ഹൈദരാബാദ് സർവകലാശാല വിഷയങ്ങളിൽ പ്രതികരിച്ചതിന്റെ പേരിൽ സീതാറാം യെച്ചൂരിക്ക് വധഭീഷണി ലഭിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ദില്ലി DCP നേരിട്ട് മൊഴി രേഖപ്പെടുത്തി അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. രോഹിത് വെമുലയുടെ മാതാവ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി. സ്മൃതി ഇറാനിയും കേന്ദ്ര സർക്കാരും നീതി നിഷേധിച്ചെന്ന് രോഹിത്തിന്റെ മാതാവ് പറഞ്ഞു. രോഹിത്തിന്റെ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി ഇടതുപക്ഷ പ്രതിഷേധം തുടരുമെന്ന് യെച്ചൂരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. രോഹിത് വെമുല ദളിതനല്ലെന്ന റിപ്പോർട്ട് ഹൈദരാബാദ് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അന്വേഷണ സംഘത്തിൽ ദളിത് വിഭാഗക്കാരൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സ്മൃതി ഇറാനി പാർലമെന്റിലും അറിയിച്ചു. കേന്ദ്ര സർക്കാരും പോലീസും ചേർന്ന് നീതി നിഷേധിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി രോഹിത്തിന്റെ മാതാവ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തി. 11-അംഗ അന്വേഷണ സംഘത്തിൽ ഒരു ദളിത് വിഭാഗക്കാരൻ പോലുമില്ല. 7 മാസമായി തന്റെ മകൻ അർഹമായ സ്കോളർഷിപ്പുകൾ തടഞ്ഞുവച്ചു. ദളിത് വിഭാഗക്കാരൻ തന്നെയെന്ന സർട്ടിഫിക്കറ്റ് മറച്ചുവെച്ചാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. പാർലമെന്റിൽ നുണപ്രചാരണമാണ് സ്മൃതി ഇറാനി നടത്തിയതെന്നും രോഹിത്തിന്റെ മാതാവ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ശരിയായ രീതിയിൽ അന്വേഷണം നടത്താൻ ശ്രമിക്കുന്നില്ല. രോഹിത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പോരാട്ടം തുടരുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. We will continue with that demand inside. We will continue to organize protests outside. But
Honestly, I do not see this government moving in that direction. മനുഷ്യത്വപരവും നിയമപരവുമായ പോരാട്ടം തുടരും. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച സ്മൃതി ഇറാനിക്കെതിരെ അവകാശ ലംഘനത്തിന് CPM നോട്ടീസ് നൽകിയെന്നും യെച്ചൂരി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ജനതാദൾ നേതാവ് KC ത്യാഗിയുമായി രോഹിത്തിന്റെ കുടുംബം കൂടിക്കാഴ്ച നടത്തി. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പാറ്റൂർ ഭൂമിയിടപാടിൽ ക്രമക്കേടുണ്ടെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ സർക്കാർ തള്ളി. പുറമ്പോക്ക് ഭൂമി സ്ഥിരീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരമില്ലെന്ന് വിജിലൻസ് കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ വാദിച്ചു. റവന്യൂ ജല വിജിലൻസ് മന്ത്രിമാരെ മറികടന്ന് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചേർന്നാണ് പാറ്റൂർ കേസിൽ അനധികൃതമായി ഇടപെട്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് TS ഹൂദിന്റെ വാദം. 3 വകുപ്പുകളും വ്യത്യസ്തമായ 3 നിലപാടുകൾ സ്വീകരിച്ചാൽ ക്യാബിനറ്റിൽ വെച്ച് തീരുമാനമെടുക്കുകയാണ് നിയമമെന്നിരിക്കെ ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയ ദിവസം തന്നെ മുഖ്യമന്ത്രി ഫയലിൽ തീരുമാനമെടുത്തത് ആർട്ടക്കിനെ സഹായിക്കാനാണെന്നും VSന്റെ അഭിഭാഷകൻ വാദിച്ചു. ഭൂമി ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നും തണ്ടപ്പേരിലും BT രജിസ്റ്ററും നഷ്ടപ്പെട്ടതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കള്ളക്കളിയുണ്ടെന്നും അതിനാൽ ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും വിജിലൻസിന്റെ കണ്ടെത്തലുള്ളതായും VS കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ വിജിലൻസിന്റെ കണ്ടെത്തലുകളെ വിജിലൻസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വക്കം ശശീന്ദ്രൻ നിരാകരിച്ചത് ശ്രദ്ധേയമായി. ക്രമക്കേട് നടന്നു എന്ന വിജിലൻസിന്റെ കണ്ടെത്തലിനെ വക്കം ശശീന്ദ്രൻ കോടതിയിൽ തള്ളിപ്പറഞ്ഞു. കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനും ആർട്ടക്കിന് വേണ്ടി വാദിക്കാനുമാണ് വക്കം ശശീന്ദ്രൻ തുനിഞ്ഞത്. അനിൽകുമാർ വേഴ്സസ് അയ്യപ്പ കേസിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി വേണം. കൂടാതെ ലോകായുക്തയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതിനാൽ ഈ കേസ് കേൾക്കരുതെന്നും ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. കേസിൽ വാദം പൂർത്തിയാവാത്തതിനാൽ തുടർവാദം ഫെബ്രുവരി 29-ന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നടക്കും. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ബീഫ് കഴിച്ചതിന്റെ പേരിൽ ബാംഗ്ലൂരിൽ 3 മലയാളി വിദ്യാർത്ഥികൾക്ക് മർദ്ദനം. ബീഫ് കഴിച്ച ശേഷം ക്ഷേത്രത്തിന് സമീപം സമയം ചെലവഴിച്ചു എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. ദണ്ഡുകളും മാരകായുധങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. മർവിൻ മൈക്കിൾ ജോയ്, നിഖിൽ മുഹമ്മദ് ഹഷീർ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മർവിൻ മൈക്കിൾ ജോയിയെ നിഹാൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടുത്ത മാസം 1-ന് ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്ക് ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ച ആരംഭിക്കൂ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദില്ലിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചു തുടങ്ങുള്ളൂ. അത് സംബന്ധിച്ചിട്ടുള്ള ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതോടുകൂടി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതിനുശേഷം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ അന്തിമ രൂപം കൊടുക്കും. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് LDF-നകത്ത് ചർച്ച ചെയ്യും. LDF ചർച്ച ചെയ്തുകൊണ്ട് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. പാർട്ടിയും അത് സംബന്ധിച്ചുള്ള തീരുമാനം 1-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും 2-ാം തീയതി ചേരുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി അത് സംബന്ധിച്ച തീരുമാനമെടുക്കും. സംവിധായകൻ രാജേഷ് പിള്ള അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് ഏറെ നാളുകളായി ചികിത്സയിലായിരുന്നു സംവിധായകൻ രാജേഷ് പിള്ള. രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്തു നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ PVS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ 11:45 ആശുപത്രി അധികൃതർ മരണം സ്ഥിരീകരിച്ചു. 2005-ൽ പുറത്തിറങ്ങിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവന്ന രാജേഷ് പിള്ള മലയാള സിനിമാ സങ്കല്പങ്ങളെ മാറ്റിമറിച്ച ട്രാഫിക്, മിലി എന്നിവയ്ക്ക് പുറമെ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ വേട്ടയും സംവിധാനം ചെയ്തു. മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, ഇന്ദ്രജിത്ത്, നിവിൻ പോളി, ആസിഫ് അലി തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ സംവിധായകരായ രഞ്ജി പണിക്കർ, സിദ്ദിഖ്, ആഷിഖ് അബു, മുൻ MP രാജീവ് എന്നിവരും രാജേഷ് പിള്ളയെ സന്ദർശിക്കാനെത്തിയിരുന്നു. സംവിധായകൻ സിബി മലയിൽ രാജേഷ് പിള്ളയെ അനുസ്മരിച്ചു. രാജേഷ് പിള്ള മലയാളത്തിലെ യുവ സംവിധായകരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു. ട്രാഫിക് പോലെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട ഒരു ട്രെൻഡ് സെറ്ററായ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിലാണ് രാജേഷ് ഭാവിയിൽ സ്മരിക്കപ്പെടുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രം തിയേറ്ററുകളിലെത്തി നല്ല പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ അദ്ദേഹം നമ്മെ പിരിഞ്ഞു പോയത് വലിയ ദുഃഖം മലയാള ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒന്നാകെ ഉണ്ടാക്കിയിരിക്കുന്നൊരു ഘട്ടമാണത്. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 11 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം 11:30 രവിപുരത്തെ ശ്മശാനത്തിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിജി തോംസനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ചു. ക്യാബിനറ്റ് പദവിയോടെയാണ് നിയമനം. ജിജി തോംസൺ മറ്റന്നാൾ വിരമിക്കാനിരിക്കെയാണ് നിയമനം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട പാമോലിംഗ് കേസിലെ പ്രതിയാണ് ജിജി തോംസൺ.
ക്യാബിനറ്റ് പദവിയോടെയാണ് ജിജി തോംസനെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാക്കിയിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജിജി തോംസൺ വിരമിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഉന്നത പദവി നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ എൽ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണ്. എന്നാൽ ഇദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയില്ല. നേരത്തെ ജിജി തോംസന്റെ കാലാവധി 3 മാസത്തേക്ക് നീട്ടാൻ നീക്കം നടന്നിരുന്നു. ഇതിനെതിരെ പ്രതിപക്ഷത്തു നിന്നുൾപ്പെടെ പല കോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പുകളും ഉയർന്നു. പിന്നീട് മന്ത്രിസഭ തീരുമാനം മാറ്റുകയായിരുന്നു. 1980 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ജിജി തോംസനെ കഴിഞ്ഞ ജനുവരിയിലാണ് ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. അഴിമതിക്കാർക്ക് അഴിമതിക്കാരെ മാത്രമേ ഒപ്പം കൂട്ടാനാവൂ എന്നായിരുന്നു ജിജി തോംസന്റെ പുതിയ പദവിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയുടെ ഭരണം എത്രയേറെ മുന്നോട്ട് പോകുന്നുവോ അതനുസരിച്ച് നിയമനങ്ങളും അങ്ങനെ 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 നിരന്തരം നടന്നുകൊണ്ടേയിരിക്കും. അഴിമതിക്കാർക്ക് കൂട്ടായി അതുപോലുള്ള ആളുകളല്ലേ സ്വാഭാവികമായും വരൂ. വഴിവിട്ട നിയമനം അംഗീകരിക്കാനാവില്ലെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ഉമ്മൻചാണ്ടി സ്ഥാനം നൽകുമെന്ന് കോടിയേരി. അതുകൊണ്ടാണ് ജിജി തോംസന് സ്ഥാനം നൽകിയതെന്നും ചക്കിക്കൊത്ത ചങ്കനാണ് ജിജി തോംസനെന്നും കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന ഓരോരുത്തർക്കും പ്രത്യേക സ്ഥാനങ്ങൾ കൊടുത്ത് ആദരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഗവൺമെൻറ് നടത്തിയ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്ന ജിജി തോംസനെ ഇത്തരത്തിലൊരു ഉന്നത പദവി കൊടുത്ത് ഈ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്ക് പറ്റിയ ആളാണ് ജിജി തോംസൺ. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെയാണ് ഉമ്മൻചാണ്ടി കൊത്ത ആളാണ് ജിജി തോംസൺ. ദേശാഭിമാനി റിപ്പോർട്ടറായിരുന്ന രാജീവൻ കൗമ്പായിയുടെ പേരിൽ ഏർപ്പെടുത്തിയ മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള റിപ്പോർട്ടിനുള്ള അവാർഡ് മാതൃഭൂമി ചാനൽ റിപ്പോർട്ടർ ബിജു പങ്കജിനും ക്യാമറാമാൻ ബിനു തോമസിനും സമർപ്പിച്ചു. കൈരളി TV MD ജോൺ ബ്രിട്ടാസാണ് കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ അവാർഡ് കൈമാറിയത്. പുതിയ സാഹചര്യത്തിൽ സാമൂഹ്യ പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ വ്യക്തിപരമായ കടമയും നേട്ടവുമെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. പ്രസ് ക്ലബ്ബും ദേശാഭിമാനി ജീവനക്കാരുമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. സഹകരണ മേഖലയിലെ ആദ്യ സൈബർ പാർക്കായ UL സൈബർ പാർക്ക് രാഷ്ട്രപതി പ്രണബ് മുഖർജി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കോഴിക്കോട് UL സൈബർ പാർക്കിൽ നടന്ന ചടങ്ങിൽ കേരള സർക്കാരിന്റെ 4 പദ്ധതികളുടെ ഉദ്ഘാടനവും കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമെന്ന പ്രഖ്യാപനവും രാഷ്ട്രപതി നിർവഹിച്ചു. ഉച്ചയ്ക്ക് 12:40 രാഷ്ട്രപതി പ്രണബ് മുഖർജി പ്രത്യേക വ്യോമസേന ഹെലികോപ്റ്ററിൽ വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിലെത്തിയത്. 1 മണിയോടെ പന്തീരങ്കാവ് തൊണ്ടയാട് ബൈപ്പാസിലുള്ള UL സൈബർ പാർക്ക് വേദിയിലെത്തി. സഹകരണ മേഖലയിലെ ആദ്യത്തെ സൈബർ പാർക്കായ UL സൈബർ പാർക്ക് കേരളത്തിന്റെ അഭിമാനാർഹമായ നേട്ടമാണെന്ന് രാഷ്ട്രപതി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശംസിച്ചു. in the country by a labor cooperative society, the Udalungwal Labor Contract Cooperative Society, ULCCS. I am confident that this part will go a long way in positioning Kerala along with the other leading Indian states in the IT sector. അതേ വേദിയിൽ വെച്ച് തന്നെ കേരളത്തെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി രാഷ്ട്രപതി പ്രഖ്യാപിച്ചു. ഡിജിറ്റലൈസേഷൻ മേഖലയിൽ കേരളത്തിന്റെ നേട്ടം വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ എന്ന സ്വപ്നത്തിന്റെ ആദ്യ ചുവടുവയ്പ്പാണ് സംസ്ഥാനത്തിന്റെ ഈ നേട്ടമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഒപ്പം സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കനിവ് പദ്ധതി പ്രഖ്യാപനവും ജെൻഡർ പാർക്ക് ഉദ്ഘാടനവും ഡിജിറ്റൽ സാക്ഷരതാ പ്രചാരണത്തിന്റെ ഉദ്ഘാടനവും രാഷ്ട്രപതി നിർവഹിച്ചു. ഗവർണർ P സദാശിവം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, MK രാഘവൻ MP, രമേശൻ പാലേരി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിന്റെ സഹിഷ്ണുത രാജ്യത്തിന് മാതൃകയെന്ന് രാഷ്ട്രപതി. എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്നതാണ് രാജ്യത്തിന്റെ പാരമ്പര്യമെന്നും പ്രണബ് മുഖർജി പറഞ്ഞു. കേരള ടൂറിസത്തിന്റെ മുസ്രിസ് പൈതൃക പദ്ധതി കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. Kerala has through the ages demonstrated
a remarkable ability to adapt to new traditions and values in every sphere of human thought and endeavor. The spirit of tolerance and Catholicity of outlook of the people of Kerala is a model for the rest of the country. കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. തൊണ്ടയാടിന് സമീപത്ത് വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചത്. പെരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ വൻ ക്രമക്കേട്. കെ സുധാകരൻ മന്ത്രിയായിരിക്കെ റാങ്ക് ലിസ്റ്റ് മറികടന്ന് പ്രവർത്തകർക്ക് ജോലി നൽകി. ചട്ടം ലംഘിച്ച് സുധാകരൻ നൽകിയ ശുപാർശ കത്തുകളുടെ പകർപ്പ് പീപ്പിളിന്. പരിയാരം മെഡിക്കൽ കോളേജിൽ UDF ഭരണസമിതി നടത്തിയ നിയമനങ്ങളിൽ വൻ ക്രമക്കേട് നടന്നുവെന്നതിന്റെ തെളിവുകളാണ് പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. വിവിധ തസ്തികകളിൽ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശ പ്രകാരം അനർഹരെ തിരികെ കയറ്റിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ MDക്ക് നൽകിയ നിരവധി ശുപാർശ കത്തുകളുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസി അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിൽ റാങ്ക് ലിസ്റ്റ് മറികടന്ന് നിയമനം നൽകണമെന്നായിരുന്നു സുധാകരന്റെ കത്തിലുള്ളത്. സുധാകരൻ നിർദ്ദേശിച്ച ഭൂരിഭാഗം പേർക്കും പരിയാരത്ത് അനധികൃതമായി നിയമനം ലഭിച്ചെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. മന്ത്രി പദവി ദുരുപയോഗം ചെയ്താണ് കെ സുധാകരൻ അനധികൃത നിയമനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. DCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, സജീവ് ജോസഫ് തുടങ്ങിയവരും കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഇടപെട്ടതായി തെളിഞ്ഞു. നിയമന കാര്യങ്ങളിലെന്ന പോലെ വിദ്യാർത്ഥി പ്രവേശനത്തിലും കെ സുധാകരനും കോൺഗ്രസ് നേതാക്കളും അനധികൃതമായി ഇടപെട്ടതിന്റെ രേഖകളും പീപ്പിളിന് ലഭിച്ചിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട ട്രയൽ റൺ തുടങ്ങി. മേൽപ്പാലത്തിലൂടെയാണ് ട്രയൽ റൺ തുടങ്ങിയത്. ആദ്യ പരീക്ഷണോട്ടം വിജയകരമെന്ന് DMRCയും KMRLും അറിയിച്ചു. അതേസമയം സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പെട്ടെന്ന് ട്രയൽ റൺ തീരുമാനിച്ചതെന്നും ആരോപണമുണ്ട്. നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകിയാണ് ട്രയൽ റൺ തുടങ്ങിയത്. സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച ശേഷം 6 മണിയോടെ കൊച്ചി മെട്രോയുടെ ബോഗികൾ പാളങ്ങളിലൂടെ പാലത്തിലേക്ക് കയറി. 2 കിലോമീറ്റർ ദൂരമാണ് ആദ്യ ഓട്ടത്തിൽ പിന്നിട്ടത്. വേഗത മണിക്കൂറിൽ പരമാവധി 10 കിലോമീറ്റർ മാത്രം. മുട്ടമിയാടിലെ പാലങ്ങൾ പിന്നിട്ട് പൊതുനിരത്തിലേക്ക് എത്തിയ മെട്രോ കാണാൻ റോഡിനിരുവശവും കാഴ്ചക്കാർ കൂടി. കളമശ്ശേരി വരെയായിരുന്നു ദൂരം നിശ്ചയിച്ചിരുന്നത്. മെട്രോ ട്രാക്കിലെ ഇലക്ട്രിഫിക്കേഷൻ ജോലികൾ പൂർത്തിയാക്കി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജനറലിന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിലായിരുന്നു ട്രയൽ റൺ. അടുത്ത ഘട്ടത്തിൽ ട്രയൽ റണ്ണിന്റെ ദൂരം വർദ്ധിപ്പിക്കുമെന്നും എത്രയും വേഗം പൂർണ്ണതോതിൽ സർവീസ് തുടങ്ങുമെന്നും KMRL MD ഏലിയാസ് ജോർജ് അറിയിച്ചു. ഇന്ന് ഓടിയില്ലേ കളമശ്ശേരി വരെ, പടിപടിയായിട്ട് അങ്ങോട്ട് നീട്ടുകയും കഴിവതും വേഗം റവന്യൂ ഓപ്പറേഷൻസ് ആളെ കയറ്റി ഓടിക്കാനുള്ള ബാക്കി ശ്രമങ്ങളും ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനാണ് അടുത്ത ഫോക്കസ്. അതേസമയം ധൃതി പിടിച്ച് പാതി വഴിയിൽ ട്രയൽ റൺ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് ട്രയൽ റൺ തീരുമാനിച്ചതെന്നും ആക്ഷേപമുണ്ട്. കൊച്ചി മെട്രോയ്ക്ക് ഇത് പരീക്ഷണ ഓട്ടങ്ങളുടെ കാലം. ഇതുപോലുള്ള നിരവധിയായ പരീക്ഷണോട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ വർഷം അവസാനത്തേക്കെങ്കിലും സർവീസ് തുടങ്ങാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻമാരായ രഞ്ജിത്ത് രാജകുമാരിക്കും ജയപ്രകാശിനുമൊപ്പം ഡാനി പോൾ.